കണ്ണൂർ തളിപ്പറമ്പിലെ എംഎസ്എഫ് പ്രവർത്തകനായിരുന്ന അരിയിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, ടി വി രാജേഷ് എംഎൽഎ എന്നിവർക്കെതിരെ സിബിഐ കൊലക്കുറ്റം ചുമത്തി. തലശ്ശേരി കോടതിയിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. സുനിൽ ഐസക്കുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുനിൽ, എന്തൊക്കെ വിവരങ്ങളാണ്, ഏതൊക്കെ വകുപ്പുകളാണ് ഈ നേതാക്കൾക്കെതിരെ സിബിഐ ചുമത്തിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. എംഎസ്എഫ് പ്രവർത്തകൻ തളിപ്പറമ്പ് അരികിലെ ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അതിന്റെ അനുബന്ധ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിലാണ് സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെയും അതുപോലെ തന്നെ കല്യാശ്ശേരി എംഎൽഎ ടി വി രാജേഷിനെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചന കുറ്റവും ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. രണ്ടുപേർക്കുമെതിരെ IPC 302, 320B വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതായത് കൊലപാതകം, ഗൂഢാലോചന, ഈ രണ്ട് കേസുകളും ഈ രണ്ട് വകുപ്പുകളും ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ തന്നെ ഈ ഗൂഢാലോചന കുറ്റമായിരുന്നു ഈ രണ്ടു പേർക്കുമെതിരെ ചുമത്തിയിരുന്നത്. നേരത്തെ പി ജയരാജനെതിരെയും അതുപോലെ തന്നെ ടി വി രാജേഷിനെതിരെയും ചുമത്തിയിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് വളപട്ടണം CI യു പ്രേമനും അതുപോലെ തന്നെ അന്ന് കണ്ണൂർ DYSP ആയിരുന്ന സുകുമാരനും ചേർന്നായിരുന്നു. സുകുമാരൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ഈ ലോക്കൽ പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്, രണ്ടു പേർക്കുമെതിരെ ചുമത്തിയിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജയരാജനെ അന്നത്തെ DYSP സുകുമാരൻ അറസ്റ്റ് ചെയ്യുകയും തൊട്ടു പിന്നാലെ ടി വി രാജേഷ് കോടതിയിൽ കീഴടങ്ങുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 21 ദിവസത്തോളം CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്നത്. ഈ കേസ് പിന്നീട് CBIക്ക് കൈമാറുന്നു. CBIക്ക് കൈമാറിയതിനു ശേഷമാണ് ഈ കേസിൽ വളരെ നിർണായകമായൊരു മൂവ്മെന്റ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് ഈ രണ്ടു പേർക്കുമെതിരെ, അതായത് പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ ഇപ്പോൾ കൊലക്കുറ്റവും കൂടി ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുള്ളത്. 2012 ഫെബ്രുവരി മാസം 20-ാം തീയതിയായിരുന്നു MSFന്റെ പ്രാദേശിക നേതാവ് കൂടിയായിട്ടുള്ള അരികിലെ ഷുക്കൂർ കൊലപ്പെടുന്നത്. അരികിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെത്തി, അതായത് അരികിൽ തുടർച്ചയായി CPM പ്രവർത്തകരുടെ കൊടിമരങ്ങളും പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നതിനെത്തിയ CPM ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ വാഹനത്തിന് നേരെ ഒരു സംഘം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തി. ഈ അക്രമത്തിൽ അന്ന് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ടാറ്റ സുമോ വാഹനത്തിന്റെ ചില്ലുകൾ തകരുകയും ഈ ചില്ലുകൊണ്ട് പി ജയരാജനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന വാർത്താ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഈ വാഹനം ആക്രമിച്ചതിന് ശേഷം വിവിധ ഭാഗങ്ങളിലേക്കായി ഈ ലീഗ് പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിലേക്കായി ഓടി മാറുകയും ചെയ്തു. തുടർന്ന് ഈ സംഘത്തിലുണ്ടായിരുന്നതായി സംശയിക്കപ്പെട്ട ആളെന്ന നിലയിലാണ് അരികിൽ സ്വദേശിയായ ഷുക്കൂറിനെ ഈ പുഴക്കരികിൽ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ചിത്രം മൊബൈലിൽ പകർത്തി ഈ ചിത്രം ഈ പി ജയരാജനൊപ്പം ഉണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് അയച്ചു കൊടുത്ത് ഈ ഷുക്കൂർ ഈ സംഘത്തിലുണ്ടായിരുന്നുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ കൊല ചെയ്തുവെന്നാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. ഈ തരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ പി ജയരാജനെയും അതുപോലെ ടി വി രാജേഷിനെയും CPM നിയന്ത്രണത്തിലുള്ള തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ സഹകരണ ആശുപത്രിയുടെ 302-ാം നമ്പർ മുറിയിൽ വെച്ചിട്ടാണ് ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവരും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു അന്നത്തെ പോലീസിന്റെയും അതുപോലെ തുടർന്ന് വന്ന CBIയുടെയും ഒരു കണ്ടെത്തൽ. ആ കണ്ടെത്തലുകളെ സാധൂകരിക്കുന്നതിനൊപ്പം തന്നെ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ കൊലപാതക കുറ്റം കൂടി സുനിൽ, അതായത് ഇപ്പോൾ CBI അവരുടെ കണ്ടെത്തലുകളായി ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആശുപത്രി മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തെന്നൊക്കെയാണല്ലോ അന്ന് കുറ്റപത്രത്തിലും കണ്ടെത്തലുകളുമായി വന്നത്. അതൊക്കെ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് തന്നെയാണോ CBI ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്? CBI സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്ര പ്രകാരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗൂഢാലോചന എന്നതിൽ നിന്ന് അത് കൊലപാതകം എന്നൊരു കാര്യത്തിലേക്ക് കൂടി, ഗുരുതരമായ കാര്യത്തിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 302 വകുപ്പ് ചുമത്തിയിരിക്കുന്നു ഗൂഢാലോചനയ്ക്കൊപ്പം എന്നതാണ് CBIയുടെ ഏറ്റവും പുതിയ അനുബന്ധ കുറ്റപത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരുവർക്കുമെതിരെ ചുമത്തിയിരുന്നത് ഈ ഗൂഢാലോചന നടത്തി ഷുഹൈബിനെ പാർട്ടി കോടതിയുടെ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും അതിനുശേഷം
അതിൽ അതിനുശേഷമാണ് കൊലപാതകം നടത്തുന്നത്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സക്കരിയ എന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഷുഹൈബിനൊപ്പം ഉണ്ടായിരുന്ന സക്കരിയെ ഈ സംഘത്തിൽ ഇല്ലാത്ത ആളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചതിന് ശേഷം ഷുഹൈബിനെ വെട്ടി കൊലപ്പെടുത്തി പാലത്തിനടിയിൽ ഉപേക്ഷിച്ചു വന്നായിരുന്നു ഇതിനാധാരമായ കേസുണ്ടായിരുന്നത്. ഈ കേസിലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരും പി ജയരാജനും അതുപോലെ തന്നെ ടി വി രാജേഷും ഇതിൽ ഗൂഢാലോചന നടത്തി. ഇവർക്ക് കൃത്യമായ ഗൂഢാലോചന തുടർന്നാണ് ഈ കൊലപാതകം നടന്നതെന്നായിരുന്നു പോലീസിന്റെയും ആദ്യഘട്ടത്തിൽ CBIയുടെയും കണ്ടെത്തൽ. എന്നാൽ പി ജയരാജനിലേക്ക് കൊലക്കറ്റം കൂടി ചുമത്തുന്നതോടുകൂടി ഈ കൊലപാതകത്തിലും പി ജയരാജന് പങ്ക് എന്ന നിലയിലേക്കാണ് CBI അതിൻ്റെ ഒരു കുറ്റപത്രത്തിൽ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതെന്ന് വേണം പറയാൻ. അതാണ് ഇപ്പോൾ ആ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്.